എപ്പിസോഡ് ഓപ്പണിംഗ് സീനില് വലിയൊരു പീരങ്കിയുടെ ബുള്ളറ്റ് അത് ആ ബ്രിഡ്ജിന്റെ അടുത്തേക്ക് വന്ന് വീണ് പൊട്ടിത്തെറിക്കുകയാണ്. ഉസോപ്പ് ആണെങ്കില് ആ ശബ്ദം കേട്ട് ഞെട്ടും. ഇവിടെ ആ സ്പാങ്ഡം വില്ലൻ അവൻ ഷോക്കായി ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് അങ്ങനെ നോക്കി നിൽക്കും. അപ്പൊ അവര് കാണും ലോങ് ഷോട്ടിലായി വൈസ് അഡ്മിറൽസ് ഒക്കെ ട്രാവൽ ചെയ്യുന്ന വലിയ കപ്പലുകള്. അതിപ്പോ ഓൾമോസ്റ്റ് ഏനീസ് ലോബിയുടെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അവരാണെങ്കില് ഫുൾ കലിപ്പിലാണ്. എത്രയും പെട്ടെന്ന് ഈ ഐലാൻഡ് മുഴുവൻ തകർത്ത് തിരികെ പോകാനാണ് അവരുടെ ഒരേ ഒരു ലക്ഷ്യം. അവരാണെങ്കിൽ ഐലാൻഡിൽ ചുറ്റിയിരിക്കുന്ന ഫെൻസസ് അത് മുഴുവനായിട്ടും കാനോൻ ബോൾസ് വെച്ച് തകർക്കും. ആക്ച്വലി ഇവർ വന്നതും ആ ഗേറ്റ് ഓഫ് ജസ്റ്റിസിന്റെ വഴിയിലൂടെയാണ്. അവിടെയായിരുന്നു കുറച്ചു മുൻപ് ആ വലിയ രണ്ട് ചുഴികള് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോഴാണെങ്കിൽ ആ ഒരു വലിയ ചുഴികള് അത് കാണാനില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, ആ ഗേറ്റ് ഓപ്പൺ ആയി ബ്രിഡ്ജ് കണക്ട് ആയ ആ ചുഴികൾ രണ്ടും അവിടുന്ന് ഇൻവിസിബിൾ ആവും. സോ ഇനി ബാറ്റിൽ ഷിപ്പുകൾക്കെല്ലാം തന്നെ വളരെ ഈസിയായി ഐലാൻഡിലേക്ക് കടന്നു വരാൻ കഴിയും. അത് കണ്ട് കുറയും സാഞ്ചിയും അവർ രണ്ടുപേരും ഉസോപ്പിനോട് താഴേക്ക് വരാൻ പറയും. ഞാൻ ഇത്രയും മുകളിലാണ്, എനിക്ക് സൂപ്പർ പവർ ഒന്നും ഇല്ല നിങ്ങളുടെ അടുത്തേക്ക് ചാടി വരാൻ എന്നവൻ പറയുമ്പോഴേക്കും വലിയൊരു കനോൻ ബോൾ അതങ്ങനെ തെറിച്ചു വന്ന് ആ ബിൽഡിങ്ങിൽ ആഞ്ഞടിക്കും. സോറയും സാഞ്ചിയും അവർ രണ്ടുപേരും അത് കണ്ട് ഷോക്കാവും. കാരണം ഓൾറെഡി ആ ഒരു ബിൽഡിങ് പകുതി തകർന്ന നിലയിലായിരുന്നു. ഇപ്പൊ അത് പതിയെ പതിയെ മുഴുവനായിട്ടും തകർന്ന് താഴേക്ക് വീഴാൻ തുടങ്ങുകയാണ്. മറ്റൊരു ഭാഗത്ത് ഏനീസ് ലോബിയിലെ സോൾജിയേഴ്സ് അവരാണെങ്കിൽ ആ ശബ്ദം കേട്ട് പല ഭാഗത്തേക്ക് അറഞ്ചം പുറഞ്ചം ഓടും. അവർക്ക് മനസ്സിലാവും നേവി ടീം അവരെത്തിക്കഴിഞ്ഞു. ഇനി എത്രയും പെട്ടെന്ന് ഐലാൻഡ് വിട്ട് പോയില്ലെങ്കിൽ അത് വലിയ അപകടം തന്നെയാണ്. ഇവിടെ ആ ടവർ ആണെങ്കിൽ അത് പതിയെ പതിയെ ചരിഞ്ഞ് ആ ബ്രിഡ്ജ് മുഴുവനായിട്ട് തകർത്ത് വെള്ളത്തിലേക്ക് വീഴും. വെള്ളത്തിലേക്ക് വീണ ടവറിന്റെ പൊടി പോലും കാണാനുണ്ടാവില്ല. സോറോയും ആഞ്ചിയും അവർ രണ്ടുപേരും ഷോക്കായി പരസ്പരം നോക്കും. ഉസോപ്പ് അവൻ എന്ത് സംഭവിച്ചു? ഒരുപക്ഷെ അവൻ കടലിലേക്ക് വീണ് മരിച്ചിട്ടുണ്ടാവോ? അപ്പോഴായിരിക്കും നമ്മുടെ ചെക്കൻ ഉസോപ്പ് രക്ഷിക്കടാ എന്ന് നിലവിളിച്ച് താഴേക്ക് വീഴുക. അവൻ ആ ബിൽഡിങ് അത് താഴേക്ക് ചെരിയെന്ന് കണ്ട ഓൺ ദ സ്പോട്ട് മുകളിലേക്ക് എടുത്ത് ചാടിയതാണ്. കുറച്ച് ലേറ്റ് ആയെങ്കിലും ചെറിയ പരിക്കുകളൊക്കെ പറ്റി ചെക്കൻ ലാൻഡ് ആയിരിക്കുകയാണ്. അവനെ കണ്ട് സാഞ്ചിയും സോറയും അവർ രണ്ടുപേരും ശ്വാസം വലിച്ചു വിടും. അതിനുശേഷം ഉസോപ്പ് സേഫ് ആണെന്ന് റോബിനോടും ഫ്രാങ്കിയോടും അവർ വിളിച്ചു പറയും. ഇവിടെ ഫ്രാങ്കി ആണെങ്കിൽ റോബിനോട് പറയും, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോണം. അതിന് എന്റെ കയ്യില് ഒരു വഴിയുണ്ട്. ഈ ഏജന്റ് വില്ലൻ അവൻ രക്ഷപ്പെടാൻ തയ്യാറാക്കി വെച്ച ആ ഒരു കപ്പല് അതിൽ കയറി എന്തുകൊണ്ട് നമുക്ക് രക്ഷപ്പെട്ടുകൂടാന്ന് അവൻ റോബിനോട് ചോദിക്കും. അത് കേട്ട് റോബിനും ഇപ്പൊ ഹാപ്പി ആവും. ഇവിടെ സ്പാങ്ഡോ ആണെങ്കിൽ അവന്റെ ഓരോ സോൾജർ ടീംസിനെയായി റോബിന്റെയും ഫ്രാങ്കിയുടെ അടുത്തേക്ക് അയച്ചു കൊണ്ടേയിരിക്കും. അത് കണ്ട് റോബിൻ അവളുടെ കൈകൾ ഉപയോഗിച്ച് ആ ഗണ്ണ് മുഴുവൻ മുകളിലേക്ക് ഉയർത്തും. ഫ്രാങ്കി അവന്റെ സ്റ്റീൽ കൈ അത് നീട്ടി ആ സോൾജിയേഴ്സിനെ മുഴുവൻ തല്ലി വെള്ളത്തിലേക്കിടും. അത് കണ്ട് വീണ്ടും ആ വില്ലൻ അടുത്ത രണ്ടാമത്തെ ഗ്രൂപ്പിനെ അവർക്ക് നേരെ അയക്കും. റോബിൻ ആണെങ്കിൽ അവരുടെ കാല് പിടിച്ച് വലിക്കും. ഫ്രാങ്കി അവന്റെ ബോഡിയിലെ മെറ്റൽ പാർട്ട് ഉപയോഗിച്ച് അവരെ എല്ലാവരെയും ആണി അടിച്ച് അവിടെ ലോക്ക് ചെയ്യും. ആ വില്ലന് പിടികിട്ടും ഓരോ ടീമായിട്ട് അവരുടെ അടുത്തേക്ക് അയച്ച ഉറപ്പായിട്ടും അവന്റെ ടീം തോറ്റുപോകും. അവൻ നിലവിളിച്ച് പറയും 3, 4, 5 അങ്ങനെ എല്ലാ ടീമും അവരുടെ അടുത്തേക്ക് പോയി അവരെ അറ്റാക്ക് ചെയ്ത്. അത്തുകേട്ട് ഫ്രാങ്കി അവനിപ്പോ റോബിനോട് പുറകിലേക്ക് മാറി നിൽക്കാൻ പറഞ്ഞ് അവന്റെ വിരലുകള് അത് ഗണ്ണാക്കി മാറ്റി അറഞ്ചം പുറഞ്ഞ് ഷൂട്ട് ചെയ്യും. അതിനുശേഷം വലിയ തീ തുപ്പി അവരെ മുഴുവനും അതിൽ ചുട്ട് കരിക്കുകയാണ്. അതിനുശേഷം ഫ്രാങ്കി അവൻ വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് ആ കുതിര സ്റ്റൈല് അതിലേക്ക് മാറും. ഇതെന്റെ നമ്പർ 1 സ്റ്റൈൽ പവർ ആണെന്ന് പറഞ്ഞ് അവനിപ്പോ ഡാൻസ് ഒക്കെ കളിച്ച് ആ നേവി സോൾജിയേഴ്സിന് കാണിച്ചു കൊടുക്കും. നേവി സോൾജിയേഴ്സിനാണെങ്കിൽ അത് കാണുമ്പോൾ തന്നെ കാറ്റുപോകും. ഇത് മനുഷ്യനാണോ അതോ മോൺസ്റ്റർ ആണോ? ഇവിടെ നിന്ന 8ന്റെ പണി കിട്ടുമെന്നും പറഞ്ഞ് ആ സോൾജിയേഴ്സ് അവർ ഗണ്ണും വലിച്ചെറിഞ്ഞ് ലോ എന്ന് നിലവിളിച്ച് അവിടുന്ന് ഓടിപ്പോവും. പക്ഷെ ഫ്രാങ്കി ആണെങ്കിൽ വിടാൻ തയ്യാറാവില്ല. അവനിപ്പോ അവരുടെ പിന്നാലെ ഓടി ഓരോരുത്തരെയായി പിടിച്ച് കറക്കി വെള്ളത്തിലേക്ക് എറിയും. ഏജന്റ് വില്ലനാണെങ്കിൽ വീണ്ടും വീണ്ടും അവരോട് പറഞ്ഞുകൊണ്ടേയിരിക്കും, അവര് പൈററ്റ്സ് ടീമാണ്, നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കണം, ആരും തിരിഞ്ഞോടാൻ പാടില്ല, അവരെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്ക്. പക്ഷെ സോൾജിയേഴ്സ് ആണെങ്കിൽ അത് മൈൻഡ് പോലും ചെയ്യില്ല. ഇവിടെ റോബിൻ ആ സോൾജിയേഴ്സിന്റെ ബോഡിയിൽ ഒരുപാട് കൈകളൊക്കെ കൊണ്ടുവന്ന് അവരെ തന്നെ അറഞ്ച പൊറഞ്ച അടിക്കും. സ്പാങ്ഡം വില്ലൻ അവനിപ്പോ ആ സ്നെയിൽ എടുത്ത് കപ്പലിലുള്ള എല്ലാ സോൾജിയേഴ്സിനോടും ബ്രിഡ്ജിലേക്ക് വരാൻ പറയും. ഇവിടെ 2 ക്രിമിനൽസ് അവര് ഭയങ്കര ഇഷ്യൂ ആണ്. സോ നാവിഗേറ്റർ, കപ്പൽ ഓടിക്കുന്നവര് അങ്ങനെ എല്ലാവരും ഇവിടേക്ക് വായോ. ഉടനെ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഏനീസ് ലോബിയിൽ നിന്ന് അണ്ടർഗ്രൗണ്ട് വഴി പോകുന്ന ആ ഒരു പാത്ത് കാണിക്കും. അവിടെയാണെങ്കിൽ നമ്മുടെ കുഞ്ഞിപ്പെണ്ണും അവളുടെ പെറ്റും ഗ്രാൻഡ്മയും അവർ 3 പേരും
അതിലൂടെ ഓടുകയാണ്. ഗ്രാൻഡ്മയാണെങ്കിൽ അപ്പോഴും ഒരു കുപ്പി കയ്യിൽ വെച്ച് വെള്ളം അടിച്ചുകൊണ്ടേയിരിക്കും. നല്ല ഫോഴ്സിൽ ഓടുന്ന കണ്ട് നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് അവൾ വണ്ടർ അടിച്ച് ഗ്രാൻഡ്മയെ നോക്കും. ഉടനെ ഗ്രാൻഡ്മ പറയും, എനിക്കിപ്പോ ഭയങ്കരമായിട്ട് എൻജോയ്മെന്റ് തോന്നുന്നു. പണ്ട് ടോമും ഐസ്ബർഗും ഫ്രാങ്കിയും ഒക്കെ ചേർന്ന് ഞങ്ങൾ ഒരുപാട് ജോലിയൊക്കെ വളരെ ഹാപ്പി ആയിട്ടാണ് കംപ്ലീറ്റ് ചെയ്തിരുന്നത്. അതിനുശേഷം വെള്ളം അടിച്ച് ഞങ്ങൾ പോത്തുപോലെ കിടന്നുറങ്ങും. അങ്ങനെ ഒത്തിരി ടൈം ഞങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എനിക്കിപ്പോ കിട്ടുന്നതും അതേ ഫീൽ തന്നെയാണ്. സോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നീ ഹാപ്പിയാണോ എന്ന് ഇപ്പൊ ഗ്രാൻഡ്മ കുഞ്ഞിപ്പെണ്ണോട് ചോദിക്കും. അതിനവള് പറയും, അതെ ഞാനും ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ അവർ 3 പേരും ചേർന്ന് ഇപ്പൊ ഉഷാറായിട്ട് ഓടി മുൻപോട്ടേക്ക് വരും. അപ്പൊ അവരുടെ കൂടെ രാമയും ജോയിൻ ചെയ്യും. ആക്ച്വലി നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് അവളാണ് ആരോ മാർക്കൊക്കെ ഇട്ട് അവിടേക്ക് പോകാനുള്ള വഴി അത് കറക്റ്റായിട്ട് കാണിച്ചു കൊടുത്തത്. ആ മാർക്കൊക്കെ കണ്ട് അതിന്റെ സഹായത്തിലാണ് ഇപ്പൊ നാമിയും കറക്റ്റായിട്ട് അവിടേക്ക് എത്തിയത്. അവിടെ അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ ലൂഫിയെ കാണിക്കും. ലൂഫി ആണെങ്കിൽ ഇപ്പൊ സെക്കൻഡ് ഗിയറിലാണ് ഫൈറ്റ് ചെയ്യുക. ഒരുപാട് നേരമായി അതേ ലെവലിൽ തന്നെ ഫൈറ്റ് ചെയ്യുന്നോണ്ട് ഇപ്പൊ അവന്റെ ബോഡിയിലൂടെ ഒരുപാട് ഫോഗൊക്കെ പുറത്തേക്ക് വരും. ലൂച്ചിക്ക് കാര്യം പിടികിട്ടും. അവന്റെ ഫിംഗർ പിസ്റ്റൽ അറ്റാക്ക് അതുപയോഗിച്ച് ലൂഫി അറഞ്ചം പുറഞ്ചം അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അതിന് ലൂച്ചി എന്താണോ ചെയ്തത് അതുപോലെ തന്നെ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അവനെ ദശ തിരിപ്പിച്ച് ഇപ്പൊ ഓരോ ഭാഗത്തേക്ക് നൈസായി അവൻ എസ്കേപ്പ് ആവും. ആ വില്ലന് പിടികിട്ടും ലൂഫിയുടെ ഫിസിക്കൽ എബിലിറ്റി അത് ഇവരുടെ 6 പവറിന് കഴിഞ്ഞും കൂടുതലാണ്. അലിലായാലും ഫൈറ്റ് ചെയ്തപ്പോ ലൂഫി അവന്റെ ഫുൾ സ്ട്രെങ്ത് ഉപയോഗിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ടൈം ലൂഫിക്ക് ഇത്രയും പവർ ഉണ്ടായിരുന്നു എന്ന് അവന് തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞില്ല. പക്ഷെ ഇപ്പൊ ലൂഫിയുടെ പവർ അത് ഓൾമോസ്റ്റ് അവന് മനസ്സിലായി കഴിഞ്ഞു. ഇവിടെ ലൂഫിയുടെ ബോഡിയിൽ നിന്ന് ഹീറ്റ് പ്രൊഡ്യൂസ് ആവാൻ തുടങ്ങും. ലൂച്ചിക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവൻ കൺഫ്യൂസ്ഡ് ആയിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ രക്ഷപ്പെടാൻ എന്നാലോചിക്കുമ്പോഴേക്കും ലൂഫി അവൻ ഓടി വന്ന് തലങ്ങും വിലങ്ങും അടിച്ച് ആ വില്ലനെ തൂക്കിയെടുത്ത് ദൂരേക്ക് എറിയും. ഇവിടെ ലൂഫിക്കാണെങ്കിൽ അവന്റെ പവർ അത് പതിയെ പതിയെ കുറയാൻ തുടങ്ങും. അങ്ങനെ കുറഞ്ഞ് ലൂഫി വീണ്ടും പഴയതുപോലെ നോർമലായി മാറും. അപ്പോഴായിരിക്കും ആ വില്ലനെ പിടികിട്ടുക. ലൂഫി അവന്റെ കാല് അതൊരു പമ്പ് പോലെ ഉപയോഗിച്ച് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടി അവന്റെ പവർ അത് നല്ല രീതിയിൽ ഹീറ്റാക്കി എൻഹാൻസ് ചെയ്ത് കൊണ്ടുവന്നു. ഇതൊരു നോർമൽ പേഴ്സൺ ആണ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും അവന്റെ ഹാർട്ട് അത് അടിച്ചു പോവും. പക്ഷെ ലൂഫിയുടെ ബോഡി റബ്ബർ ആയതുകൊണ്ട് തന്നെ അവനെ കൊണ്ട് വളരെ ഈസി ആയിട്ട് ഈ ടെക്നിക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞു. ഉടനെ ആ വില്ലൻ ചോദിക്കും, നീ ഇങ്ങനെയൊക്കെ ചെയ്താ നിനക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് നിന്റെ ജീവനാണ് ലൂഫി. അതിന് ലൂഫി അവൻ ക്യാഷ്വൽ ആയിട്ട് പറയും, എനിക്ക് വലുത് എന്റെ ടീംമേറ്റ്സ് ആണ്, അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അത് കേട്ട ആ വില്ലൻ അവൻ ചിരിക്കും, നീ ഇനി എന്തൊക്കെ ചെയ്തിട്ടും ഒരു കാര്യമില്ല. കുറച്ചു മുൻപ് വലിയൊരു പൊട്ടിത്തെറിയുടെ ശബ്ദം നീ കേട്ടില്ലേ? ആ നേവി ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് ഇവിടേക്ക് ആൾ എത്തിക്കഴിഞ്ഞു. അടുത്ത നിമിഷം തന്നെ അവർ ഏനീസ് ലോബി അത് കത്തിയിരിക്കും. സോ നിനക്കും നിന്റെ ഫ്രണ്ട്സിനും ഇവിടെ കിടന്ന് സുഖമായിട്ട് മരിക്കാം. മാത്രമല്ല നിന്റെ ചില ഫ്രണ്ട്സ് അണ്ടർഗ്രൗണ്ടിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ, അവർക്കും എന്റെ വക ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണെന്ന് പറഞ്ഞ് അവനിപ്പോ ആ ചുമരിൽ ആഞ്ഞ് ചവിട്ടും. ഉടനെ ആ ചുമര് തകർന്ന് അതിലൂടെ വെള്ളം ആ അണ്ടർഗ്രൗണ്ട് പാസേജിലേക്ക് പോവാനായിട്ട് തുടങ്ങും. അത് കണ്ട് ലൂഫി അവനങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കും. കട്ട് ചെയ്ത ആ അണ്ടർഗ്രൗണ്ട് പാത്തിലൂടെ സോറോ, സാഞ്ചി, നാമി, ഗ്രാൻഡ്മ, കുഞ്ഞിപ്പെണ്ണ്, അവളുടെ പെറ്റ് ഇത്രയും പേര് ഉഷാറായിട്ട് ചാടി ഓടുകയാണ്. അവരുടെ തൊട്ടു പിന്നാലെ അത്രയും വലിയ വെള്ളം കുതിച്ചു പാഞ്ഞു വരുന്നുണ്ട് എന്നറിയാതെ. ഇവിടെ ലൂഫിക്കാണെങ്കിൽ എന്താ പറയണ്ടെന്ന് അറിയില്ല. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇത് ചെയ്യും, പിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും പൊരിഞ്ഞ ഫൈറ്റ്. അതേസമയം ഫ്രാങ്കിയും റോബിനും അവരിപ്പോഴും നിർത്താതെ ഫൈറ്റ് ചെയ്ത് ആ സോൾജിയേഴ്സിനെ തല്ലി കൊന്നോണ്ടിരിക്കുകയാണ്. ഫ്രാങ്കിയും റോബിനും കണ്ടിന്യൂസ് ആയിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും വില്ലൻ ഏജന്റ് ആണെങ്കിൽ വീണ്ടും സോൾജിയേഴ്സിനെ അവർക്ക് നേരെ അയക്കുകയാണ്. അപ്പോഴായിരിക്കും ഒരു സോൾജിയർ ലോങ് ഷോട്ടിലായി ഒരു കാഴ്ച അവർ കാണിച്ചു കൊടുക്കുക. അത് മറ്റൊന്നുമല്ല, ആ നേവി കപ്പലുകൾ അത് ഏനീസ് ലോബിക്ക് അടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ സ്പാൻഡത്തിന് അവൻ അപ്പോഴും അതിന്റെ സീരിയസ്നെസ് മനസ്സിലാവില്ല. അവനാണെങ്കിൽ അവര് വരുന്നത് കണ്ട് തുള്ളിച്ചാടും. അവൻ കരുതിയിരിക്കുന്നത് അവനും ഒരു നേവി ഓഫീസർ ആയതുകൊണ്ട് തന്നെ നേവി ചീഫ് ഒഫീഷ്യൽസ് അവനെ അറ്റാക്ക് ചെയ്യില്ല എന്നാണ്. പക്ഷേ അവിടേക്ക് വന്ന കപ്പലുകളിൽ നിന്ന് ഇപ്പോ തോക്ക് പുറത്തേക്ക് ചൂണ്ടും. ഒരുപാട് പീരങ്കികളും പോയിന്റ് ചെയ്യും. പിന്നെ ഒന്നും നോക്കില്ല, അച്ചറം പൊച്ചറം അവര് ഷൂട്ട് ചെയ്യാൻ തുടങ്ങും. ആ ഒരു വെടിവെപ്പില് മെയിൻ ഐലാൻഡ് അതിപ്പോ ഒന്നൊന്നായി തകരാനായിട്ട് ആരംഭിക്കും. ജയന്റുകളും പൗലിയും ടാങ്കി ടീംസും അവർ നിക്കറും പൊക്കി ദൂരേക്ക് ഓടുകയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത്
കാലി കയറിയിരിക്കുന്ന അഡ്മിറൽസിനെ അവരെ ഓരോരുത്തരായിട്ട് കാണിക്കും. അതേസമയം റോബിൻ അവളാണെങ്കിൽ പഴയ ബസ്റ്റർ കോളിന്റെ ഓർമ്മകള് അതൊന്നൊന്നായിട്ട് അയവിറക്കും. അടുത്ത സെക്കൻഡ് ആ നേവി സോൾജിയേഴ്സ് വലിയ ബോംബിട്ട് ആ ബ്രിഡ്ജ് തന്നെ തകർക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.